بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. മുഅ്മിനീങ്ങളെ, അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങളൊക്കെ അള്ളാഹു ശിഫയാക്കട്ടെ. മരിച്ചുപോയവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് റബ്ബ് പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. എല്ലാവരും അശ്രദ്ധയിൽ കാണുന്ന ഒരു കാര്യമാണ് നമ്മളാൽ മറ്റു പലർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന വിഷയം. അതിന് വലിയ ഗൗരവമാണുള്ളത്. അതൊരു വലിയ പാപമാണ്. നമ്മൾ കാരണം മറ്റൊരാൾ വേദനിക്കുക, വിഷമപ്പെടാ, പ്രയാസപ്പെടാ എന്നത് ഗൗരവത്തിൽ തന്നെ നമ്മൾ കാണേണ്ടിയിരിക്കും. അറബിയിൽ അതിന് ളുൽമെന്നാ പറയാം. നേരെ മലയാളം അക്രമം എന്നാണ്. നമ്മൾ പലപ്പോഴും അക്രമിയാവാറുണ്ട്. പക്ഷേ അള്ളാഹു ആ ഒരു തെറ്റ് പൊറുക്കണമെങ്കിൽ നമ്മളാൽ വേദനിച്ച ആള് പുറത്തു തരിക എന്നുള്ളതാണ് അതിന്റെ മാനദണ്ഡം, അതിന്റെ നിബന്ധന. ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ചെറിയൊരു ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ ഈ കൂടലും പിരിയലും. സർവശക്തൻ ഇതൊരു പുണ്യകർമ്മമായി സ്വീകരിക്കട്ടെ. നമ്മളാൽ ആരും ഇടങ്ങാറാവാൻ പാടില്ല. നമ്മളാൽ ആരും വേദനിക്കാൻ പാടില്ല. നമ്മുടെ വാക്ക്, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ ഇടപെടൽ മറ്റൊരാൾക്ക് വിഷമം ആകുമോ ഇല്ലയോ എന്ന ഒരു ആലോചനയാൽ മാത്രമാണ് നമ്മൾ മറ്റൊരാളുമായുള്ള ഇടപഴക്കത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ഒരു ഓർമ്മയും ചിന്തയും അള്ളാഹിനെ പേടിയുള്ളവർക്ക് ഉണ്ടാവാറുണ്ട്. അള്ളാഹുവിനെ പേടിക്കുന്നു എന്ന് പറയുന്ന ഞാനും നിങ്ങളും ആ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടിയിരിക്കുന്നു. റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ശക്തമായ ഭാഷയിൽ താക്കീത് ചെയ്തുകൊണ്ടാണ് ഖുർആൻ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കുന്ന വിഷയത്തിലുള്ള നിലപാട് കൃത്യമായി തന്നെ പറയുന്നത്. നരകത്തിൽ കാത്തിരിക്കുന്ന കഠിനമായ ശിക്ഷയെക്കുറിച്ച് ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ആയത്തുകളിലൂടെ തന്നെയാണ് റബ്ബ് ഈ കാര്യം നമ്മുടെ മുന്നിൽ പറയുന്നത്. ഒരാൾ നമ്മളാൽ വേദനിക്കാൻ പാടില്ല. അത് കുടുംബത്തിന്റെ അകത്താവാം, പുറത്താവാം, മഹലിലാവാം, നാട്ടുകാരിലാവാം, സമ്പർക്കത്തിൽ എവിടെയും. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ആരെങ്കിലും നമ്മളാൽ വിഷമിച്ചിട്ടുണ്ട്, വേദനിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ അവരാൽ പൊരുത്തം വാങ്ങണം. അത് നിർബന്ധമാണത്. ആയത്ത് കേട്ടോളൂ. സൂറത്തുൽ കഹ്ഫിന്റെ 29-ാമത്തെ ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقل الحق من ربكم فمن شاء فليؤمن ومن شاء فليكفر إنا أعتدنا للظالمين نارا أحاط بهم سرادقها وإن يستغيثوا يغاثوا بماء كالمهل يشوي الوجوه بئس الشراب وساءت مرتفقا. നമ്മൾ ഒരുപാട് ഓതിയേക്കുന്ന ആയത്ത്. അങ്ങ് പറയ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, വഖുൽ, അങ്ങ് പറയ, അൽ ഹഖ്ഖു മിർ റബ്ബിക, ഹഖ് റബ്ബിൽ നിന്നുള്ളതാണ്. യഥാർത്ഥ ദീൻ അല്ലാഹുവിന്റെ ദീനാണ്. ഇഷ്ടമുള്ളവർ ഇത് വിശ്വസിച്ചാൽ മതി.
താല്പര്യമില്ലെങ്കിൽ ഇത് ഉപേക്ഷിച്ചു പോവാം. ആരെയും ഇവിടെ പിടിച്ചു നിർത്തുന്നില്ല. ദീനാണ് പറയുന്നത്. ദീനിന്റെ കാര്യത്തിൽ ആരും ബലം പിടിച്ചു കൊണ്ടുവരുന്നില്ല. ഇഷ്ടമുള്ളവരെ സ്വീകരിച്ചാ മതി, ഇഷ്ടമില്ലേ പൊയ്ക്കോളൂ. എന്നാൽ ഇനി കേട്ടോളൂ, ഈ ദീനിന്റെ ശക്തമായ നിലപാട് ഇന്നാ അഅ്തദിനാ ലിദ്ദാലിമീന നാറാ. മറ്റുള്ളവരെ വേദനിപ്പിച്ചവന് അല്ലാഹു ഒരുക്കി വച്ചിരിക്കുന്നത് നരകമാണ്. മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നു, പ്രയാസപ്പെടുത്തുന്നു, വാക്കാൽ, പ്രവൃത്തിയാൽ, മറ്റെതിരെ ഇടപെടലാൽ, അതിനെ ഇടങ്ങേറുണ്ടാക്കി വച്ചിരിക്കുന്നു. വേദനിച്ചോ മറ്റാരെങ്കിലും എന്നാൽ വേദനിപ്പിച്ചവന് അല്ലാഹു നരകം വെച്ചിട്ടുണ്ടെന്ന് ഖുർആൻ. ആ നരകത്തിന്റെ അകത്ത് അവൻ പാർക്കേണ്ട കൂടാരങ്ങൾ അവനെ വലയം ചെയ്തിരിക്കാം. ഒരു നിലക്ക് പുറത്തു പോകാൻ പറ്റില്ല. നരകത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ദാഹം ഉണ്ടാവുമല്ലോ, വെള്ളം ചോദിക്കുമല്ലോ. സ്വാഭാവികം അവിടെ കുടിക്കാൻ കൊടുക്കപ്പെടും. കൽമുഹുൽ, ഉരുകിയ ലോഹം പോലെയുള്ള ഒരു ദ്രാവകമാണ് കൊടുക്കുന്നത്. അതിങ്ങനെ മുഖത്തോട് അടുപ്പിക്കുന്ന നേരം മുഖം വെന്തുരുകുമെന്ന് ഖുർആൻ. ഈ പ്രപഞ്ചത്തിന്റെ ചരിത്രത്തിൽ മനുഷ്യ നീ കേട്ടതിൽ ഏറ്റവും അപകടം പിടിച്ച കുടിവെള്ളം അതാണെന്ന് ഖുർആൻ. ഏറ്റവും വൃത്തികെട്ട വിശ്രമ കേന്ദ്രവും ഈ അക്രമിക്ക് കിട്ടുന്ന നരകമാണെന്നും ഖുർആൻ. നമ്മൾ ആരും വേദനിക്കാൻ പാടില്ല. മറ്റുള്ളവരെ ഇടങ്ങേറാക്കി എത്ര ഇബാദത്ത് ചെയ്താലും. പുണ്യ നബിയുടെ മുന്നിൽ ഒരു പെണ്ണിനെ പറഞ്ഞു. ഇമാം ഗസാലിയുടെ ഇഹ്യാഇൽ കാണാം ഹദീസ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ ഒരു പെണ്ണിനെ കുറിച്ച് പറഞ്ഞു. ആ പെണ്ണിന് ഒരുപാട് ഇബാദത്തുണ്ട്. ആ പെണ്ണിനെ കുറിച്ച് പറഞ്ഞു, ഇബാദത്ത് ഒരുപാടുണ്ട്. കൂട്ടത്തിൽ ആ പെണ്ണിനെ പരാമർശിച്ചോടുത്ത് അവളുടെ ഒരു പ്രത്യേകതയും പറഞ്ഞു. അയൽവക്കത്തുള്ളവർക്ക് ഇവളെ കൊണ്ട് ഷർറാണ്. വലിയ നിസ്കാരക്കാരിയാണ്, ഒരുപാട് നോമ്പെടുക്കുന്നുണ്ട്, സദഖ ചെയ്യുന്നുണ്ട്, വലിയ ഇബാദത്താണ്. പക്ഷെ അയൽവാസിക്ക് ഇടങ്ങാറാണ് ഈ തള്ളനെ കൊണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അവളുടെ ഇബാദത്തിന്റെ കാര്യത്തിൽ ലാ ഖൈറ ഫീഹാ, ആ ഇബാദത്ത് കൊണ്ട് നേട്ടമില്ല, അവൾ നരകാവകാശിയാണെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മറ്റുള്ളവർക്ക് ഇടങ്ങേറുണ്ടാക്കാൻ പാടില്ല, മറ്റുള്ളവരെ സഹായിക്കണം എന്ന് പറഞ്ഞത്. ദുനിയാവിലെ ഒരു വിഷയത്തിൽ തന്റെ സഹോദരനെ സഹായിച്ചവന് ആഖിറത്തിന്റെ എത്രയോ കാര്യങ്ങളിൽ അല്ലാഹുവിന്റെ സഹായമുണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മൻ നഫസ അൻ അഖീഹി ഖുർബതൻ മിൻ ഖുറബിദ് ദുനിയാ, ദുനിയാവിന്റെ ഇടങ്ങേറിൽ തന്റെ സഹോദരനെ ആരെങ്കിലും സഹായിച്ചാൽ നഫസല്ലാഹു, അല്ലാഹു അവന് ആശ്വാസം നൽകും ആഖിറത്തിന്റെ ഇടങ്ങേറുകളിൽ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹായിക്കണ കാര്യമല്ല പറഞ്ഞത്, സഹായിക്കണ്ട, ഉപദ്രവിക്കാതിരുന്നാ മതി. ഉപദ്രവിക്കുന്നവന് കിട്ടുന്നത് നരകമാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. നമ്മൾ മഹ്ശറയിലെത്തിക്കഴിഞ്ഞാൽ തിക്കുമുട്ടി പോവാം. ഒരുപാട് ആളുകൾ കൂടുന്നിടത്ത് നമ്മൾ തിക്കുമുട്ടി പോകും. പ്രത്യേകിച്ച് ടെൻഷൻ ഉള്ള നേരാണെങ്കിൽ. മഹ്ശറ ടെൻഷനാണ്. യൗമ യദ്ഉ ആദമും വ അംബിയാ നഫ്സി 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 നഫ്സിയാ. എല്ലാവർക്കും ടെൻഷനാണ്. അബുൽ ബശർ ആദം അലൈഹിസ്സലാം മുതൽ റൂഹുല്ലാഹി നബി ഈസാ അലൈഹിസ്സലാം വരെയുള്ള എല്ലാ നബിമാരും ടെൻഷനില, എല്ലാവരും ടെൻഷനില. അങ്ങനെ ടെൻഷൻ കൂടി ആ ടെൻഷൻ മുഖേന മനുഷ്യൻ തിക്കുമുട്ടുന്നൊരു നേരമുണ്ട്. അവിടെ വെളിച്ചം കാണിച്ച് സ്വർഗത്തിലേക്ക് പോവണം. അങ്ങനെയുണ്ട്. ഇങ്ങനെ ജനകോടികൾ ഒത്തുകൂടുന്ന തിങ്ങി നിറഞ്ഞ മഹ്ശറയിൽ സ്വർഗത്തിലേക്ക് വഴി തെളിക്കണം. അങ്ങനെ വഴി കിട്ടാതെ വരും അക്രമിക്ക്.
കേട്ടോളൂ ഹദീസ് സ്വഹീഹ് മുസ്ലിം അൻ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യനബി പഠിപ്പിച്ചു തഖുല്ലുൽമ ആരെയും ഉപദ്രവിക്കുന്ന അവസ്ഥ നിങ്ങളാൽ ഉണ്ടാവല്ലേ സൂക്ഷിക്കണോട്ടോ സയ്യിദുനാ റസൂലുള്ളാഹി തഖുല്ലുൽ അക്രമം ഉണ്ടാവാതെ ശ്രദ്ധിക്കണം എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ കാരണം അവരെ വേദനിക്കാൻ പാടില്ല ഞാൻ കാരണം അവരുടെ കണ്ണ് നിറയാൻ പാടില്ല എന്റെ ആ വർത്താനം അവർക്ക് വിഷമായിട്ടുണ്ട് ഞാൻ അവിടെ പോയി അവരോട് മാപ്പ് പറഞ്ഞാൽ ഞാൻ ചെറുതാവൂലോ ഞാൻ അതുകൊണ്ട് പോണില്ല അങ്ങനല്ല ചിന്തിക്കേണ്ടത് ആ വിഷമം ഇവിടെ നിന്ന് അങ്ങോട്ട് മാറ്റിക്കൊടുത്തോ പൊരുത്തപ്പിടിച്ചോ എന്നാൽ നാളത്തേക്ക് ഇതൊരു പ്രശ്നമായി വരില്ല അള്ളാഹു പുറത്തു തരും പുറത്തു തരട്ടെ അങ്ങനെയുണ്ട് ചിലർക്ക് ഇങ്ങനെ വാശി കയറി അതിന്റെ തെർമോമീറ്റർ ഏറ്റവും മുകളിൽ നിൽക്കുക എല്ലാം കഴിഞ്ഞിട്ടാ പൊരുത്തപ്പിടിക്കുന്നത് എവിടെ പൊരുത്തപ്പിടിക്കണം അതും ഉണ്ടാവില്ല അങ്ങനെ പൊരുത്തപ്പിടിക്കേണ്ട കാര്യമൊന്നും അവനായിട്ടില്ല അങ്ങനെ പൊരുത്തപ്പിടിക്കേണ്ട ആവശ്യമൊന്നും അവരോടില്ല അങ്ങനെയൊന്നുമില്ല എവിടെയെങ്കിലും ഒരു അണുമണി തൂക്കം അക്രമം നമ്മളിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് അള്ളാന്റെ മുന്നിൽ രേഖയാണ് അങ്ങനെയാണ് എന്റെ പ്രിയമുള്ളവരെ ഹബീബ് പഠിപ്പിക്കുന്നു നിങ്ങളാൽ മറ്റൊരാൾക്ക് വിഷമമുണ്ടാകുന്നത് വരാതെ നിങ്ങൾ സൂക്ഷിക്കണേ തഖുല്ലുൽമ എന്തുകൊണ്ടെന്നറിയുമോ ഇവിടത്തെ ഒരു അക്രമം ഇവിടെ നമ്മൾ മറ്റൊരാൾക്ക് ഉണ്ടാക്കിയ ഇടങ്ങേറ് ഖിയാമത്ത് നാളിൽ ഒരു വലിയ കൂരിരുട്ടായി മാറുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിന്റെ വ്യാഖ്യാനം കേട്ടോട്ടോ മഹാനായ ഇമാം മുസ്ലിം ഈ ഹദീസ് ഉദ്ധരിക്കുന്നു ഇമാം നവവി ശറഹ് മുസ്ലിമിൽ പറയുന്നുണ്ട് മഹാനായ ഖാദി ഇയാദ് തങ്ങൾ പറഞ്ഞതായിട്ട് ഖീല ഹുവ അലാ ലാഹിരിഹി ഫയകൂനു ദുലുമാത്തുൻ അലാ സ്വാഹിബിഹി ലാ യഖ്തദി യൗമൽ ഖിയാമത്തി സബീലൻ ഹത്താ യസ്ആ നൂറുൽ മുഅ്മിനീന ബൈന ഐദിഹിം വബി ഐമാനിഹിം ഒരു ഇരുട്ട് പിടിക്കും കണ്ണിന് എങ്ങോട്ടാ പോവേണ്ടതെന്ന് അറിയൂല സ്വർഗം ഒരു പക്ഷെ കിട്ടിയാൽ തന്നെ അങ്ങോട്ട് പോകാനും പ്രയാസപ്പെടും അങ്ങോട്ടുള്ള വഴി പിന്നെ കിട്ടുന്നത് ഏതെങ്കിലും ഒരു നല്ല മൂമിന് അടുത്ത് വന്ന് നിൽക്കുമ്പോഴാ മഹ്ശറയില് മുന്നിലുള്ള ഇരുട്ടൊക്കെ മാറിക്കിട്ടാ മൂമിനീങ്ങൾ മഹ്ശറയിൽ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ പ്രകാശമാം ഒരു പ്രത്യേക വെളിച്ചം അള്ളാഹുവിന്റെ ഖുർആൻ എത്ര അടുത്താണ് പറഞ്ഞിട്ടുള്ളത് യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം ബുശ്റാകുമുൽ യൗമ ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ ذلك هو الفوز العظيم സൂറത്തുൽ ഹദീദ് മുഅ്മിനീങ്ങൾ ഒരു വെളിച്ച ജീവിച്ചിരിക്കുമ്പോഴും കാണും ചില മനുഷ്യന്മാരുടെ മുഖത്ത് നോക്കി എന്തൊരു വെളിച്ച ചിലരുടെ മയ്യത്ത് കണ്ടാലും പറയുന്നൊരു വെളിച്ചുള്ള മുഖം ചില മനുഷ്യരുടെ മുഖത്തൊരു വല്ലാത്ത പ്രകാശമാ ആ വെളിച്ചം ഇങ്ങനെ ഉദിച്ചു നിൽക്കുന്നത് മരിച്ചാലും ഉണ്ടാകും ആ വെളിച്ചം നാളെ അവരുടെ മഹ്ശറയിലെ വഴികാട്ടിയ അല്ലാഹു ആ വെളിച്ചം തരട്ടെ യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അന്ന് കാണാം മുഅ്മിനീങ്ങളെ അന്ന് കാണാം മുഅ്മിനത്തുകളായ സഹോദരിമാരെ ഏത് രൂപത്തിൽ നൂറുഹും ബൈന ഐദീഹിം അവരുടെ മുന്നിലൊരു വെളിച്ചം അതുപോലെ തന്നെ അവരുടെ പിന്നിലും വെളിച്ചം അല്ലാഹു അവരോട് സന്തോഷം പറയാ ബുശ്റാക്കും അൽയൗം അന്ന് നിങ്ങൾക്ക് മംഗളം അറിയിക്കുന്നു അന്നത്തെ ദിവസം നിങ്ങൾ സന്തോഷഭരിതരായിക്കോളൂ നിങ്ങൾക്ക് മംഗളം നേരട്ടെ ആർക്ക് വെളിച്ചമുള്ളവർക്ക് ആ വെളിച്ചമുള്ള ആരെയും വേദനിപ്പിക്കാത്ത ആളുകൾ അവിടെ വരുമ്പോഴാണ് അവരാൽ വെളിച്ചം കിട്ടി മാത്രം ഇനി ഇവന് സ്വർഗത്തിൽ പോകാൻ പറ്റൂ എല്ലാ നന്മയും ചെയ്തു പക്ഷെ മനുഷ്യന്മാർക്ക് ഇടങ്ങേറുണ്ടാക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു അവരെത്ര അമല് ചെയ്തിട്ടും കാര്യമില്ല ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നവർ എത്ര അമല് ചെയ്തിട്ടും കാര്യമില്ല അള്ളാഹുവിന്റെ ഹബീബ് അങ്ങനെയാ പറഞ്ഞിട്ടുള്ളത് വേദനിച്ചവന് ഈ അമല് നാളെ അള്ളാഹ് എടുത്തു കൊടുത്ത് അവന്റെ വേദന മാറ്റുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ഇൻഷാ അല്ലാഹ് ഹദീസ് നമ്മൾ പറയും. അപ്പൊ അങ്ങനെയാണ്
ഹജ്ജത്തുൽ വദാഇന്റെ പ്രഭാഷണം, വദാ നബിതങ്ങള് വിടവാങ്ങിയ ഈ ദുനിയാവിനോട് യാത്ര പറയുന്ന ഒരു സൂചന കൊടുത്ത പ്രഭാഷണം, അവിടുത്തെ ഹജ്ജ് കഴിഞ്ഞിട്ടുള്ള ഹജ്ജത്തുൽ വദാഇന്റെ പ്രഭാഷണം. ആ പ്രഭാഷണത്തില് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇത് തന്നെയാ, നിങ്ങൾ മനുഷ്യന്മാർക്ക് ഇടങ്ങേറുണ്ടാക്കരുതെന്ന ഒരു ഹദീസ് പറയട്ടെ. സ്വഹീഹുൽ ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്. ആരാ മുസ്ലിം? ഒരാൾക്ക് മുസ്ലിം എന്ന് പറയണമെങ്കിൽ എങ്ങനെയാ? എന്നെ മുസ്ലിം എന്ന് പറയണമെങ്കിൽ ഞാൻ ആരാവണമെന്നറിയോ? മുസ്ലിം എന്നതിന്റെ നിർവചനം അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ നാവ് കൊണ്ടും എന്റെ കൈകൾ കൊണ്ടും ഞാൻ ആരെയും ഉപദ്രവിക്കുന്നില്ല എങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിലേ എന്നെ കുറിച്ച് മുസ്ലിം എന്ന് പറയാൻ പറ്റൂ. അങ്ങനെ ഉള്ളവനാണ് മുസ്ലിം എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുണ്ട് കുത്തുവാക്ക് പറയാ, വേദനിപ്പിക്ക. മറ്റൊരാളുടെ വേദനയ്ക്ക് ഇസ്ലാം കൊടുത്ത പ്രാധാന്യം. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ. വലീദ് ഇബ്നു മുഗീറ മൂപ്പരുടെ പണി കുത്തുവാക്ക് പറയലായിരുന്നു. കുത്തുവാക്ക് പറയാ, അത് ചില അമ്മായിമ്മമാര് ഇന്നതൊരു ട്രെൻഡായി ഏറ്റെടുത്തിരിക്കുകയാണ്. കുത്തിപ്പറയാ, സൂചിപ്പിച്ച് പറയാ. കുത്തുവാക്ക് പറയാ അങ്ങനല്ലേ? കൊള്ളിച്ചു പറയാ, ഒന്നങ്ങോട്ട് കൊള്ളട്ടെ. അത് പാടില്ല. അവരെ കുറിച്ച് പറഞ്ഞു, അവർക്ക് വയൽ എന്ന നരകമുണ്ട്. അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ, അതിന്റെ അകത്ത് വയൽ എന്ന നരകത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു കുഴലിന്റെ അകത്തേക്കായിരുന്നു. തീയിനാലുള്ളൊരു കുഴലാണിത്. ആ കുഴലിന്റെ അകത്തേക്ക് ഇട്ടിട്ട് അടിയിൽ നിന്ന് മുകളിൽ നിന്ന് തീയായി. നമ്മുടെ നാട്ടിൽ പുട്ട് ഉണ്ടാക്കില്ലേ എന്ന് പറഞ്ഞോ, അതില് അങ്ങനെയാണ്. ഹുത്തമ എന്ന് അതിന് പറയാം. എന്താണ് നബിയെ ഹുത്തമ അറിയോ? ഹുത്തമ എന്ന് പറയുന്ന ഭാഗം നരകത്തിൽ ഒരു പ്രത്യേകമായ ഭാഗം, ഒരു തുരങ്കം, ഒരു കുഴല്. അതിന്റെ അകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഹുത്തമ എന്നത് ഒരു തുരങ്കമാണ്. അത് തീയിനാലാണ്. ഒരു കുഴല് പോലെ അതിന്റെ അകത്തേക്ക് ഇങ്ങനെ കുത്തുവാക്ക് പറഞ്ഞവനെ പെറുക്കി പെറുക്കിയിടുമെന്ന് ഖുർആൻ. അങ്ങനെ കുത്തുവാക്ക് പറഞ്ഞവൻ അതിന്റെ അകത്തേക്ക് പെറുക്കി പെറുക്കി ഇട്ടു. അവിടെ ചെല്ലുമ്പോ കുത്തുവാക്ക് പറഞ്ഞവൻ ആ കുഴലിന്റെ അകത്ത് കിടന്നിങ്ങനെ വേവാണ്. ആ സമയത്ത് അതിന്റെ പുറത്തുനിന്ന് നോക്കിയാൽ കാണാം, അതിന്റെ അകത്ത് കിടന്നവൻ ഞെരിപിരി കൊള്ളുമ്പോഴും അവന്റെ നെഞ്ച് കിടന്ന് സ്പന്ദിക്കുന്നത് കാണാം. നല്ല നീളമുള്ള ഒരു കുഴലാണ് ഈ ഹുതമ എന്നത്, വയൽ എന്ന നരകത്തിൽ എന്ന് പരിശുദ്ധമായ ഖുർആൻ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ നാവും കയ്യും ഒക്കെ മറ്റുള്ളവർക്ക് ഇടങ്ങേറാവരുത്. ചില നാട്ടിൽ കാണാം കല്യാണം മുടക്കികൾ. പടച്ചോനെ, അങ്ങനെയുണ്ട് കുറെ കേമന്മാര്. കല്യാണം മുടക്കല് അതൊരു ശീല. ചില ആളുകൾക്ക് കല്യാണം മുടക്കികൾ. ഈ ആയത്ത് പേടിക്കണം, ഈ ചർച്ച പേടിക്കണം. കല്യാണം മുടക്കല് ചില ആളുകൾക്ക് വലിയ ഇഷ്ടാ. കല്യാണം മുടക്കാൻ വേണ്ടി അവർ എത്ര പണം ചെലവാക്കുന്നു അറിയോ? ഓ എന്റെ റബ്ബേ, ചില കുടുംബത്തിലേക്ക് ചെല്ലുമ്പോൾ എന്നിട്ട് അതിനുശേഷം ആ കല്യാണം നടന്നെന്ന് വെക്കും. അപ്പൊ ആ പെൺകുട്ടിയുടെ വീട്ടിൽ ചെന്ന് ഈ ചെക്കന്റെ കല്യാണം മുടക്കിയ കാക്ക അതിലങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോ ഈ കാൻ എവിടെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഉമ്മ ചോദിക്കും, അമ്മായിമ്മ ചോദിക്കും, പുതിയ അമ്മായിമ്മ ചോദിക്കും, ചെക്കന്റെ ഉമ്മ ചോദിക്കും, മോളെ എവിടെ ഇയാളെ കണ്ടേ? അപ്പൊ ഞാൻ അവിടെ ഒരു ഫിത്തന ഉണ്ടാവുണ്ടല്ലോ എന്ന് ഓർത്ത് അവള് പറയേ അല്ലാതെ തോന്നിയതാ. ഈ പെൺകുട്ടിയുടെ വീട്ടിൽ വന്നിട്ടുണ്ട് ആര്? ഈ കല്യാണം മുടക്കാൻ വണ്ടി വിളിച്ച് അവിടെ വന്നിട്ടുണ്ട്. നേരെ തിരിച്ചും കല്യാണം മുടക്കികൾ ജനങ്ങൾക്ക് പ്രയാസമാണ്. ചില നാടുകളിൽ അങ്ങനെ ഉണ്ട്. എന്ത് ബുദ്ധിമുട്ടാന്നറിയോ? അള്ളാഹു അങ്ങനെയുള്ളവരൊക്കെ നന്നാക്കട്ടെ, അങ്ങനെയുള്ളതിൽ നമ്മെ പെടുത്താതിരിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിന് ഒരു ബഹുമാനം കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിന് ഒരു ബഹുമാനമുണ്ട്. എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭർത്താക്കന്മാരോട് പറഞ്ഞു. എന്താ അതിനർത്ഥം?
നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങൾ ശകാര ഭാഷയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും. പക്ഷെ നോക്കണം, അത് മറ്റാരെങ്കിലും കേൾക്കുന്നുണ്ടോ? മറ്റാരെങ്കിലും കേട്ടാൽ അവൾക്ക് നാണം തോന്നുന്ന ഒരവസ്ഥയിലാണ് അവളെ നീ ചീത്ത പറയുന്നത് എങ്കിൽ അത് അപരാധമാണ്, അത് വലിയ കുറ്റമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു സദസ്സിലിട്ട് പെണ്ണിനെ കളിയാക്കാൻ പാടില്ല, പെണ്ണിനെ ചെറുതാക്കാൻ പാടില്ല എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതും അക്രമമാണ്, അത് അക്രമമാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഹജ്ജത്തുൽ വദാഇന്റെ പ്രോജ്വലമായ പ്രഭാഷണം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മഹാനായ സ്വഹാബിയുടെ അകമ്പടിയോടുകൂടെ ഒരു മൃഗത്തിന്റെ പുറത്ത്, ഒരു ഒട്ടകത്തിന്റെ പുറത്തങ്ങ് വരികയാണ്. عن عبد الرحمن بن أبي بكرة عن أبيه ذكر النبي صلى الله عليه وسلم قعد على بعيره. റസൂലുള്ളാഹി ഒട്ടകത്തിന്റെ പുറത്ത് വരാം. അംസക ഇൻസാനുൻ ബിഖിതാമിഹി ഔ ബിസിമാമിഹി. നബിതങ്ങൾ ഇരിക്കുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒട്ടകത്തിന്റെ കടിഞ്ഞാൻ ഒരു സ്വഹാബി പിടിച്ചുകൊണ്ട് നിൽക്കാണ് ഒട്ടകത്തെ. അങ്ങനെ നബിതങ്ങൾ അതിന്റെ മുകളിൽ ഇരിക്കുക, ഉയരം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അവിടെ ഇരുന്നു കൊണ്ട് അവിടെ നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. ഒരു 6-7 മിനിറ്റ് നേരാണ് ആ പ്രസംഗം ഉണ്ടായിട്ടുള്ളൂ. ഖിയാമത്ത് നാൾ വരെ ഉള്ള ഏറ്റവും വലിയ പ്രോജ്വലമായ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് ആ പ്രഭാഷണം. ലോകത്തിന്റെ വിവിധങ്ങളായ രാജ്യങ്ങളിൽ ഒരു വലിയ പ്രമേയം പോലെ ആ പ്രഭാഷണത്തെ പരിഭാഷപ്പെടുത്തപ്പെട്ട രീതിയിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാ മനുഷ്യാവകാശങ്ങളുടെയും മുക്കുമൂലകളെ സംരക്ഷിച്ചുകൊണ്ടും അതിനെ സ്പർശിച്ചുകൊണ്ടുമുള്ള പ്രോജ്വലമായ പ്രഭാഷണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സദസ്സനം ഒന്നടങ്കം കയ്യിലെടുത്തു. ലക്ഷത്തിൽ പരം വരുന്ന സ്വഹാബികളുണ്ട്. ചോദിച്ചു, അയ്യു യൗമിൻ ഹാദാ, ഈ ദിവസമേതാ, ഈ ദിവസമേതാ, ഈ ദിവസത്തിന് എന്താ പറയാ? മഹാനായ സ്വഹാബി പറയാ, ഫസക്കതനാ, ഞങ്ങൾ മിണ്ടാതിരുന്നു. ഹത്താ ലനന്നാ, ഞങ്ങൾ വിചാരിച്ചത് അന്നഹു സയുസമ്മിഹി സിവസ്മിഹി, ഇന്നത്തെ ദിവസം ഹജ്ജത്തുൽ വദാഇന്റെ ആ ദിവസം, പരിശുദ്ധമായ അറഫയുടെ ദിവസം, ഇത് യൗമു അറഫയാണെന്ന് പറയാൻ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ മിണ്ടാതിരുന്നത് ഈ ദിവസത്തിന് ഏതോ ഒരു പുതിയ പേര് റസൂലുള്ളാഹി ഇനി പറയാൻ പോവാണ്, അതുകൊണ്ട് ഇപ്പൊ നിലവിലെ പേരെന്താന്ന് ചോദിച്ചത്. അങ്ങനെ ഞങ്ങൾ മനസ്സിലാക്കിയത്, അതുകൊണ്ട് ഞങ്ങൾ മിണ്ടായിരുന്നു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, അലൈസ യൗമൻ നഹർ, ഇത് പരിശുദ്ധമായ പെരുന്നാൾ അല്ലേ എന്ന് ചോദിച്ചു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞങ്ങൾ പറഞ്ഞു, അതേ നബിയെ, ഇത് പവിത്രമായ ദിവസമാണ്. അപ്പൊ ചോദിച്ചു, ഫഅയ്യു ശഹ്രിൻ ഹാദാ, ഇതേത് മാസ? ദുൽഹജ്ജാണെന്ന് പറയണമെന്നുണ്ട് ഞങ്ങൾക്ക്, പക്ഷേ ഞങ്ങൾ ആരും പറഞ്ഞതില്ല. കാരണം ഈ ദുൽഹജ്ജിന്റെ പേര് ഇനി മാറ്റി പറയാൻ പുതിയ പേരുമായിട്ടാണ് റസൂലുള്ളാഹി വന്നത് എന്ന് ഞങ്ങൾ വിചാരിച്ചു. വനന്ന അന്നഹു സയുസമ്മിഹി ബിഗൈരി ഇസ്മിഹി. അപ്പൊ അവിടെ നിന്ന് ചോദിച്ചു, അലൈസ ബിദിൽഹിജ്ജ, ഇത് ദുൽഹജ്ജല്ലേ? അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഖുൽനാ ബലാ യാ റസൂലല്ലാഹ്, അതെ ഇത് ദുൽഹജ്ജ. അപ്പൊ അവിടുന്ന് പറയാൻ തുടങ്ങി, ദുൽഹജ്ജ് പവിത്രം, അറഫ പവിത്രം, നാട് പവിത്രം, ഈ ദിവസം പവിത്രം. എന്നാൽ പറയട്ടെ, ഫഇന്ന ദിമാഅകും വഅംവാലകും വഅഇറാലകും ബൈനകും ഹറാം. നിങ്ങളുടെ രക്തം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ അഭിമാനം, നിങ്ങൾക്കിടയിൽ അങ്ങുമിങ്ങും പരസ്പരം ബഹുമാനമുള്ളത് തന്നെ. ഏതുപോലെ കഹുറുമത്തി യൗമിക്കും ഹാദാ, പെരുന്നാളിന്റെ ദിവസത്തിന് ഒരു പവിത്രത ഉണ്ടല്ലോ, ഒരു ബഹുമാനമുണ്ടല്ലോ, അതുപോലെ ഫീ ശഹരിക്കും ഹാദാ, ദുൽഹജ്ജിനൊരു മഹത്വമുണ്ടല്ലോ, അതിന്റെ ആ മഹത്വം പോലെ ഫീ ബലദിക്കും ഹാദാ, പുണ്യ ഹറമിന് ഒരു പവിത്രതയുണ്ടല്ലോ, ആ പവിത്രത പോലെ. അതുകൊണ്ട് ആരുമാരെയും ചെറുതായി കാണല്ലേ, അങ്ങനെ വരുന്നോടത്തല്ലേ വേദനിപ്പിക്കല് പറ്റില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ചില ആൾക്കാരുണ്ട്, സത്യം ചെയ്ത് കയ്യേറും. ആ പറച്ചിലൊക്കെ കേട്ടത് അതെന്റെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അങ്ങനെ ഉണ്ടല്ലോ, അവകാശപ്പെടുത്തല്, അതെന്റേതാണ്, അത് വാപ്പ എനിക്ക് തരാൻ പറഞ്ഞ് ഏൽപ്പിച്ചതാണ്. കള്ള സത്യം ചെയ്യും. സത്യം ചെയ്തിട്ട് അള്ളാണ് അല്ലെ, അത് സത്യമായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. അള്ളാണ് എന്ത് പറഞ്ഞാൽ അള്ളാണ് അള്ളാണ് അള്ളാണ്, അള്ള ആണ് എന്ന് പറഞ്ഞാൽ അള്ള ആണയിട അള്ളാനെ വിളിച്ച് ആ പറയണ കാര്യം തെറ്റിപ്പോയതിന് കഫാറത്തുണ്ട്. ഈ കൂടുതൽ സത്യം ചെയ്യുന്ന ആ ഒരു ലക്ഷണം തന്നെ ഒരു കള്ളന്റെ ലക്ഷണമാണ്. കൂടെ കൂടെ അള്ളാണ് അള്ളാണ് അള്ളാണ്, ഈ അള്ളാണ് പറയൽ നിർത്തണം. അത് ആവശ്യമുള്ളപ്പോൾ മാത്രം അത് ഉപയോഗിക്കേണ്ടത്.
വല്ലാഹി എന്നാണ് ഇതിന്റെ അറബി. അല്ലാണെ, ആണേടാണ് അള്ളാനെ പിടിച്ച്. അല്ലാണെ പറയാ. ഞങ്ങളുടെ നാട്ടില് കാള അറുത്ത് വിൽക്കുമ്പോഴും പോത്തിറച്ചിയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു ചൊല്ലുണ്ട്. ഒരു സാധാരണ നാടകന്മാർ പറയുന്ന ഒരു ചൊല്ലാണ്. അത് അങ്ങനെ ഉണ്ടായിട്ടല്ല. അല്ലാണെ പോത്താണിക്കുക എന്ന് പറയാം. അല്ലാണെ പോത്ത. അപ്പൊ ചോദിക്കും, കാളയെ കാണുമ്പോ, കാളയിറച്ചി കാണുമ്പോ ഇത് അല്ലാണെ പോത്താണോ എന്ന് ചോദിക്കും. എന്ന് ചോദിച്ച പോലെ, എന്ന് പറഞ്ഞ പോലെ അല്ലാണെ എല്ലാത്തിനും. അല്ലാണെ സത്യം പറയുന്നതിന് സത്യം ചെയ്യുന്നതിന് ഒരു ദാക്ഷിണ്യമല്ലാതെ അങ്ങനെ ഓടി സത്യം ചെയ്യാൻ പാടില്ല. കൂടുതലും സത്യം പെരുപ്പിക്കാൻ പാടില്ല. സത്യം ഒരു സന്ദർഭത്തിൽ മാത്രം ഉപയോഗിക്കുക. അതത്ര നിർബന്ധമായ സന്ദർഭത്തിൽ മാത്രം. അതും എന്റെ മക്കളെ തന്നെയാണ് സത്യം പറയാൻ പാടില്ല. അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകള്. സാഹിബിന്റെ പള്ളിയാണ് സത്യം. അങ്ങനല്ല, അള്ളാഹുവാണേ സത്യം എന്നേ പറയാവുള്ളൂ. മറ്റൊരാളെയും പിടിച്ച് സത്യം ചെയ്യാൻ പാടില്ല. അങ്ങനെ സത്യം ചെയ്യാൻ പാടില്ല. സത്യം ചെയ്യുന്നത് തന്നെ വളരെ റയറായി സംഭവിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ തന്നെ അള്ളാഹുവെ തന്നെയാണ് സത്യം, അങ്ങനെയാ പറയേണ്ടത്. മറ്റുള്ള സത്യം ചെയ്യാൻ ആരെയും പിടിക്കാൻ പാടില്ല. അള്ളാഹനെ തന്നെയാണ്, അള്ളാഹനെ മാത്രമേ സത്യത്തിൽ ഉപയോഗിക്കാവൂ. കേട്ടോട്ടോ, ഒരു ഹദീസ് ഞാൻ പറയാം. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ളവരുടെ അവകാശങ്ങൾ കള്ളസത്യം ചെയ്ത് കയ്യേറുന്നവർ നരകത്തിലാണെന്ന പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഹദീസ് കേട്ടോളൂ, സ്വഹീഹ് മുസ്ലിം. അൻ നബി ഉമാമ റളിയല്ലാഹു അൻ അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖതത ഹഖ ഇംറിഇൻ മുസ്ലിമിൻ ബിയമീനിഹി, മുസ്ലിമായ ഒരാളുടെ അവകാശപ്പെട്ട കാര്യം, മുസ്ലിം അല്ലെങ്കിൽ മുസ്ലിം അല്ലാത്ത അവകാശപ്പെട്ട കാര്യത്തെ ആരെങ്കിലും കയ്യേറി സത്യം ചെയ്തുകൊണ്ട് കയ്യേറിയാൽ, അവൻ അതിന്റെ അവകാശിയല്ല അവൻ, പക്ഷെ സത്യം പറഞ്ഞ് സത്യം ചെയ്ത് അത് കയ്യേറി, എന്റെയാണ്, അള്ളാണ് എന്റെയാണ്, എനിക്ക് അവകാശപ്പെട്ടതാണെന്ന രീതിയിൽ സത്യം ചെയ്തത് കയ്യേറി അത് കൈക്കലാക്കിയാൽ, അള്ളാഹു അവന് നരകം നിർബന്ധമാക്കി കഴിഞ്ഞു. സ്വർഗം അള്ളാഹു അവന് ഹറാമാക്കി, നരകം അവന് നിർബന്ധമാക്കി എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒരു സ്വഹാബി ചോദിച്ചു, നബിയേ, നബിയേ, ഇങ്ങനെ സത്യം ചെയ്ത് കൈക്കലാക്കി അതൊരു ചെറിയ സാധനമാണെങ്കിൽ പോലും, ഒരു റബ്ബർ ബാൻഡാണ്, അതിപ്പോ വലിയ വിഷയമുള്ള കാര്യമല്ലല്ലോ. അല്ലോ പഠിച്ചോനെ, അത് എന്റെയാ, ഒരു റബ്ബർ ബാൻഡ് അല്ലെങ്കിൽ ഒരു മുട്ടുസൂചി. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, നബി തങ്ങൾ പറഞ്ഞു, സുലഭമായി കിട്ടുന്ന അറാക്കുന്ന മിസ്വാക്കിന് ഉപയോഗിക്കുന്ന ആ കമ്പും കഷ്ണത്തിന്റെ ഒരു ചെറിയ എന്താ പറയാ, അതിന്റെ ഒരു ചെറിയൊരു പൂളാണ് കിട്ടിയത്, ഒരു കൊള്ളി. അതാണ് സത്യം ചെയ്ത ഒരാൾ കൈക്കലാക്കിയതെങ്കിൽ പോലും നരകം എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഭൂമിത്തർക്കം പലയിടങ്ങളിലുമുണ്ട്. ഭൂമിത്തർക്കം, അവിടെ സത്യം കയ്യേറ്റം ചെയ്ത ഒരാൾ കൈക്കലാക്കി വെക്കുക, റോഡിന്റെ സ്ഥലം മതിൽ കെട്ടി തന്റെ പറമ്പിനോട് ചേർത്തെടുക്കാം, മോഷണം, എത്ര വലിയ ഒരു കഠിനമായ തെറ്റാണത്. പൊതുമുതൽ കട്ടെടുക്കലല്ലേത്. ഒരൽപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യണമെന്നാണ്. ഞാൻ ആരെയും പറഞ്ഞതല്ല, ഇങ്ങനെയൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. ഭൂമിയുടെ അതിർത്തി തർക്കങ്ങളിൽ സൂക്ഷ്മത പാലിക്കണം, അത് പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുള്ള കാര്യമാണ്. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം ഒരു ഹദീസ് ഉദ്ധരിക്കുന്നതായി കാണാം. മഹാനായ അബൂ സലമ റളിയല്ലാഹു അൻഹു ജനങ്ങളുമായി ഒരു തർക്കമുണ്ടായി, ആളുകളായിട്ടൊരു തർക്കമുണ്ടായി. വിഷയം വഴിയുടെ വിഷയമാണ്, റോഡിന്റെ വിഷയമാണ്. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്നിട്ട് ആരോ പറഞ്ഞു, മഹാനായ സ്വഹാബി അബൂ സലമ, നാട്ടുകാരായിട്ട് ചെറിയ പ്രശ്നമുണ്ട്. അന്ന അബാ സലമത അന്നഹു കാനത് ബൈനഹു വ ബൈനൻ നാസ് ബൈന ഉനാസിൻ ഖുസൂമ ഫദക്കറ ലി ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ ബിയോട് ആരോ എന്ന് പറഞ്ഞു. സ്വഹാബിയായ അബൂ സലമ വലിയ മഹാനല്ലേ, ബദറിലൊക്കെ പങ്കെടുത്ത സ്വഹാബിയാണ്. അദ്ദേഹം നാട്ടുകാരിൽപ്പെട്ട ചിലരായിട്ട് ഒരു വഴിതർക്കോ സ്ഥലത്തിന്റെ ഭൂമിയുടെ ഇടപാടിൽ എന്തോ ഒരു തർക്കത്തിലാണ്, പ്രശ്നത്തിലാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അബൂ സലമ റളിയല്ലാഹു അൻഹുവിനെ വീട്ടിലേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, യാ അബാ സലമ തജ്തനിബിൽ അർള, അബൂ സലമ എന്നവരെ, ആ ഭൂമി അങ്ങോട്ട് വിട്ടേക്ക്.
ആ ഭൂമി അങ്ങ് വിട്ടുകൊടുത്തേക്ക്. ഭൂമിയുടെ കാര്യത്തിൽ തർക്കത്തിൽ പോരുത്, അത് വിട്ടുകൊടുക്കലാണ് സൂക്ഷ്മത. എന്തെന്നറിയോ കാരണം? റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ഒരു ചാൺ മണ്ണാണ് നമ്മൾ തർക്കിച്ചും കള്ളത്തരം കാണിച്ചും കൈക്കലാക്കുന്നത് എങ്കിൽ ഭൂമിയുടെ 7 തട്ടുകളിൽ നിന്നും ആ ഒരു ചാണിനെ അള്ളാഹു മുറിച്ചെടുക്കും. എന്നിട്ട് ആ 7 തട്ടുകളിൽ നിന്നും മുറിച്ചെടുത്ത കഷ്ണമുണ്ടല്ലോ, ആ ഭൂമി കഷ്ണത്തെ തീയിനാലുള്ള ഒരു മാലയാക്കും. എന്നിട്ട് ആ തീയിനാലുള്ള ഭൂമി കഷ്ണത്തിന്റെ മാലയെ കഴുത്തിലിട്ട് കൊടുത്തിട്ട് അവനെ നരകത്തിലേക്ക് കൊണ്ടുവരികപ്പെടാ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഭൂമി തർക്കത്തിൽ സൂക്ഷ്മത പാലിക്കൽ, അത് ഒഴിവാക്കി കൊടുക്കലാണെന്ന് അള്ളാന്റെ ഹബീബിന്റെ നിർദ്ദേശമുള്ളതായി ആയിഷ റളിയല്ലാഹു അൻഹ മഹാനായ സ്വഹാബിയോട് പറയാ. അദ്ദേഹം അങ്ങനെ തന്നെ അനുസരിച്ചു. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ കാണാം, നമ്മളൊക്കെ ചെറുപ്പത്തിലെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോ വിശപ്പുള്ള സമയമൊക്കെ ആണെങ്കിൽ വല്ല മാവിന്റെ കൊമ്പിലൊക്കെ എന്ത് ചെയ്യും? കല്ലെറിയും. അക്രമമാണ്, പാടില്ല, പാടില്ല. മക്കളോട് ചോദിക്കണത് എവിടെ നാടാ എന്ന് ചോദിക്കണം. അത് കല്ലെറിഞ്ഞ് പറിച്ചതാ, ആ വീട്ടുകാരന്റെ പൊരുത്തം വേണം. മഹാനായ സ്വഹാബി റാഫി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു കുഞ്ഞ ചെറിയ കുട്ടിയാ. ആ സമയത്ത് മഹാനവറുകൾ കുന്തു അർമീന ഖലൽ അൻസാർ, അൻസാരികളിൽപ്പെട്ട ചില സ്വഹാബികളുടെ ഈത്തപ്പനയിലേക്ക് ഞാൻ കല്ലെറിയുമായിരുന്നു. ആര് പറയാണ്? റാഫി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയാണ്, അൻസാരികളിൽപ്പെട്ട ചില സ്വഹാബികളുടെ പറമ്പിലെ ഈത്തപ്പനയിലേക്ക് ഞാൻ കല്ലെറിയും. അങ്ങനെ കല്ലെറിഞ്ഞപ്പോ ഫഅഖദൂനി, കല്ലെറിഞ്ഞ അപകടമാണ്. കാരണം കല്ലെറിഞ്ഞ് ഒരെണ്ണം മുറിച്ച് താഴെ ഇടലല്ല, ചിലപ്പോൾ ഏറ് കൊണ്ട് മറ്റുള്ള ഈത്തപ്പഴങ്ങളും കേടാവും. അവരെന്നെ കയ്യോടുകൂടെ പിടിച്ചു. ഫഅഖദൂനി, ഈ കല്ലെറിയണ കേമനാരാണെന്ന് നോക്കി പിടിച്ചു. മഹാനായ റാഫി ഇബ്നു അംർ എന്നവരെ മഹാന്മാരായ സ്വഹാബികൾ കയ്യോടെ പിടിച്ചു. ഇലാ ഹളറത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ കൊണ്ടുവന്നു. എന്നിട്ടോ നബിയോട് പറഞ്ഞു. ആ സമയം മഹാനായ റാഫി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നുണ്ട്, ലിമതർമീ നഖലഹും, എന്തിനാ മോനെ അവരുടെ ഈത്തപ്പനയിലേക്ക് നീ കല്ലെറിഞ്ഞത്? നമ്മുടെ മക്കള് പറയുന്ന ന്യായം അല്ല ഉത്തരമായി പറഞ്ഞത്. മഹാനവറുകൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അൽ ജൂ, വിശന്നിട്ടാ നബിയേ, എന്തെങ്കിലും ഒന്ന് തിന്നണോലോ, വിശന്നിട്ടാ. വിശപ്പിന്റെ കാഠിന്യതയിൽ ചില സന്ദർഭത്തിൽ ഇങ്ങനത്തെ മുതൽ ഹലാലാവും. ഒരു സഹാബി അതിന്റെ അറ്റത്തെത്തുമ്പോൾ അങ്ങനെ ചെയ്യാം. ഈ സഹാബി കുട്ടി പറഞ്ഞു, നബിയെ വിശപ്പ് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ കല്ലെറിഞ്ഞത്. അപ്പൊ ഹബീബ് പറഞ്ഞു, ലാ തർമി, കല്ലെറിയരുതട്ടോ. ഇവിടുത്തെ അൻസാരികൾക്കൊക്കെ ഒരു സ്വഭാവമുണ്ട്, മദീനയിലെ ഒരു പൊതുവായ സ്വഭാവം, താഴെ വീണ് കിടക്കുന്നത് ആർക്കും പെറുക്കി തിന്നാം, അതിന് അനുവാദം ചോദിക്കേണ്ടതില്ല. അത് വിപണിയിലേക്ക് പോകൂല, അത് ഉപേക്ഷിച്ചതാ. താഴെ വീണത് പെറുക്കാം എന്ന് വെച്ചാൽ വല്ലവരുടെയും പറമ്പില് തേങ്ങ വീണ് കിടക്കുന്നത് പെറുക്കാൻ പോവാൻ ഹദീസ് ഉണ്ടെന്ന് പറയരുത്. ഈത്തപ്പഴത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. ഈത്തപ്പഴം താഴെ വീണാൽ അതിൽ മണ്ണ് പുരളും, അത് പിന്നെ ഉടമസ്ഥൻ വിപണിയിൽ കൊണ്ടുപോവില്ല. അത് ആർക്കെങ്കിലും എടുത്തു വേണി മണ്ണ് തട്ടിക്കളഞ്ഞ് തിന്നാൻ പറ്റുന്നതൊക്കെ തിന്നാം എന്ന ഒരു ശൈലിയാണ് അന്ന് മദീനത്തുള്ളത്. റസൂലുള്ളാഹി പറഞ്ഞു, എറിയണ്ട, താഴെ വീണത് വിശപ്പ് സഹിക്കാൻ പറ്റാതെ വരുമ്പോ താഴെ വീണ് കിടക്കണ്ടേ, അതെടുത്തോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഹബീബ് അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തു, അല്ലാഹു നിന്റെ വിശപ്പും ദാഹവും മാറ്റിത്തരട്ടെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമോന് ദുആയിരുന്നു. അപ്പൊ ഇവിടെ എന്താ സംഭവം? ഈത്തപ്പനയിൽ കല്ലെറിഞ്ഞ കുട്ടിയെ ശകാരിച്ചു, പിന്നെ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. കാരണം ആ കല്ലെറിയിൽ പോലും ഒരു അക്രമമാണ്, ഒരാളെ ഇടങ്ങേറാക്കല, ഒരാളുടെ മുതല് ആ രീതിയിൽ അപഹരിക്കൽ പോലും കുറ്റമാണ്. ഇമാം അബൂദാവൂദിന്റെ സുനനിൽ ഈ ഹദീസ് കാണാം. ഇമാം തുർമുദിയുടെ റിവായത്തിൽ കാണുന്നത്, ഹബീബായ നബി തങ്ങൾ ആ കുട്ടിയുടെ തലയിൽ ഇങ്ങനെ തടവിയിട്ടാ പറഞ്ഞത്, അല്ലാഹുമ്മ അസ്ബിഉ ബത്ന, ഇവന് ഇനി ഒരിക്കലും വിശക്കാത്ത രീതിയിൽ കഴിക്കാനുള്ള ഭക്ഷണം അവന്റെ മുന്നിൽ എത്തിച്ചു കൊടുക്കണേ അല്ലാ എന്ന് റസൂലുള്ളാഹി ദുആ കൊടുത്തു.
അപ്പൊ അത് ചെയ്യരുത് എന്ന് പറഞ്ഞ് ശകാരിച്ച് ഈത്തപ്പനയിൽ എറിഞ്ഞതിനെ ആ സ്വഹാബിക്ക് ഹബീബായ നബി തങ്ങൾ തിരുത്തി കൊടുത്തു, ദുആ ചെയ്തു കൊടുത്തു. ഇതൊരു വലിയ കാര്യമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, ചിന്തിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകട്ടെ. നമ്മളിൽ നിന്ന് എന്തെങ്കിലും അക്രമം ആർക്കെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ പൊരുത്തമില്ലാതെ നമ്മുടെ അമല് അള്ളാഹു സ്വീകരിക്കില്ല. അവർക്ക് നമ്മോട് പൊരുത്തം തോന്നും വിധം അള്ളാഹു അവർക്ക് ഖൈറും ബറക്കത്തും എത്തിക്കട്ടെ. അക്രമം ചെയ്യുന്ന ആളെ, മറ്റൊരാളെ വേദനിപ്പിക്കുന്ന ആളെ അള്ളാഹു പിടികൂടും. അതുവഴി അള്ളാഹു നമുക്ക് പൊരുത്തു തരട്ടെ. അള്ളാഹു പിടികൂടും. അള്ളാഹു സ്വീകരിക്കട്ടെ.